ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പുതിയതായിട്ടൊരു കുക്കിംഗ് വീഡിയോ തന്നെയാണ് ഇടുന്നത്. അപ്പോൾ ഇന്നത്തെ കുക്കിംഗ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ക്രിസ്മസിന് ഏറ്റവും ആവശ്യമുള്ളൊരു സാധനം ഉണ്ടാക്കാൻ പോകാം കേട്ടോ. അത് മറ്റൊന്നല്ല, വൈൻ. അപ്പോൾ വൈൻ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കണ്ടാലോ. ഒരു പാത്രത്തിൽ ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ചൂടുവെള്ളത്തിലേക്ക് നമ്മൾ മുന്തിരി ഇട്ട് കൊടുക്കുകയാണ്. കഴുകി വെച്ച മുന്തിരി കേട്ടോ. മുന്തിരി ഇട്ട് കൊടുത്ത ശേഷം കുറച്ചൊന്ന് ഫ്ലെയിം താഴ്ത്തി അത് നല്ലോണം വേവാൻ വെക്കണം. അത് നല്ലോണം വെന്ത് വരുമ്പോൾ നമുക്ക് മുന്തിരി മാത്രമായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അതിൽ മുന്തിരിയൊക്കെ മാറ്റിയ ശേഷം ആ ചൂടുവെള്ളത്തിലേക്ക് നമ്മൾ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാനായിട്ടാണ് പോകുന്നത്. നമ്മളിപ്പോൾ 1.5 കിലോ മുന്തിരി ആട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് പഞ്ചസാര ആവശ്യത്തിന് ഇട്ടാൽ മതി. ഞങ്ങൾ 1 കിലോ പഞ്ചസാരയാണ് ഇതിലേക്ക് ഇടുന്നത്. പഞ്ചസാരയൊക്കെ വറ്റി വരുന്ന നേരം കൊണ്ട് ഞങ്ങൾ അതിന് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ശരിയാക്കാൻ വേണ്ടി പോവുമായിരുന്നു കേട്ടോ. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് ഞങ്ങൾ മാറ്റി വെച്ചതെന്ന് ചോദിച്ചാൽ, കുറച്ച് ഗോതമ്പും പിന്നെ ബാക്കി ഏലക്ക, പട്ട, അങ്ങനത്തെ സാധനങ്ങൾ കേട്ടോ. പിന്നെ ആവശ്യത്തിന് വേണ്ട ഈസ്റ്റ്. ഇതാണ് ഞങ്ങളവിടെ മാറ്റി വെച്ചത്. എന്നിട്ട് ഇതുപോലുള്ളൊരു ഭരണിയിലേക്ക് ഗോതമ്പ്, മുന്തിരി അങ്ങനെ ഓരോ ലെയറായിട്ട് ഓരോരോന്ന് ഇടാൻ പാടുള്ളൂ. എന്നാൽ മാത്രമേ അതെല്ലാം അതിൻ്റെ ടേസ്റ്റ് എല്ലാവിടേക്കും എത്തത്തുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാം അതും ഇടാണ്. ഗോതമ്പ് ഇട്ടു, പഞ്ചസാര ഇട്ടു, ഏലക്ക ഇട്ടു, അങ്ങനെ ഓരോ സാധനങ്ങളായിട്ട് പട്ട അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഇട്ടത്. എന്നിട്ട് ലാസ്റ്റ് അതിൽ വരുന്ന നീര് ഫുൾ അങ്ങോട്ട് ഒഴിച്ചു. അങ്ങനെ ഞങ്ങളുടെ വൈൻ ഏകദേശമൊക്കെ സെറ്റായി. അതിൽ ബാക്കി വന്നിരുന്ന ഗോതമ്പ് കൂടെ ഞങ്ങൾ അതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ എല്ലാ സാധനങ്ങളും ഇട്ടതിന് ശേഷം ഞങ്ങളത് അടച്ച് വയ്ക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. ഇതടച്ച് ഇത്രയും നേരം ഉണ്ടാക്കി കഴിയുന്നത് വരെ ഞാനും അനിയനും നാത്തൂനും അവിടെ നിന്ന് ഓരോ ഇതിൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കലായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ വൈൻ ഓൾമോസ്റ്റ് ഒക്കെ ശരിയാക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇങ്ങനെ വൈനൊക്കെ ആയി. അങ്ങനെ കാറ്റ് കയറാത്ത രീതിയിൽ ഞങ്ങൾ ആ തുണി വെച്ച് അത് അടച്ചിടുകയാണ് കേട്ടോ. ഇതൊരു ഇരുട്ടുള്ള റൂമിൽ വേണം ഇത് കൊണ്ട് വെക്കാനായിട്ട്. അപ്പം ഞങ്ങളുടെ ഇവിടുത്തെ എല്ലാ റൂമും ഓപ്പൺ ചെയ്യുന്ന റൂമുകളായതുകൊണ്ട് ഇരുട്ടുള്ള സ്റ്റോർ റൂമിലേക്കാണ് കേട്ടോ നമ്മൾ കൊണ്ട് വെക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വൈൻ നമ്മൾ 3 ദിവസം കഴിഞ്ഞ് എടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഇതുപോലെ തന്നെ മൂടി 1 മാസം കഴിഞ്ഞ് നമ്മളത് എടുക്കാൻ പോകുന്നുള്ളൂ കേട്ടോ. അപ്പോൾ 1 മാസം കഴിയുമ്പോഴേ വൈനൊരു കുറച്ചൊക്കെ വീര്യമൊക്കെ വരും എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ് ഗൈസ്. ഇനി 1 മാസം കഴിഞ്ഞ് ഇത് ടേസ്റ്റ് ചെയ്യാൻ പോലും കിട്ടത്തുള്ളൂ.